ധർമ്മസ്ഥല കേസിൽ നിർണായക നീക്കവുമായി SIT ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നതോടെ രണ്ടാം ഘട്ട തിരച്ചിലിനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ജൂൺ ആദ്യവാരം തിരച്ചിൽ പുനരാരംഭിച്ചേക്കും. ഇതിനിടയിൽ ബംഗ്ലഗുഡയിൽ ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം എത്തിയ SIT സംഘം തലയോട്ടി കണ്ടെടുത്ത രംഗം പുനരാവിഷ്കരിച്ചു. പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകളുമായി സാമ്യമുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എന്തായാലും വീണ്ടും ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. കൊലപാതകത്തിൻ്റെ സാധ്യതകളുണ്ട്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ നടത്താനുള്ള നീക്കങ്ങളുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഇനി SITയുടെ അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും? എന്തായാലും ഏറെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഈ ധർമ്മസ്ഥലയിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളുണ്ടായിരുന്നു, വെളിപ്പെടുത്തലുകൾ. ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ധർമ്മസ്ഥലയിലെ ദുരൂഹമായിട്ടുള്ള സ്ഥലങ്ങൾ മണ്ണ് കുഴിച്ച് പരിശോധിച്ചത്. ഏകദേശം നിരവധി, അതായത് ഏകദേശം 13ഓളം അസ്ഥികൂടങ്ങളും 100 കണക്കിന് അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയിരുന്നു. അത് മനുഷ്യൻ്റെ അസ്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അത് കൊലപാതകമല്ല എന്നായിരുന്നു ക്ഷേത്രം ഭാരവാഹികളുടെയൊക്കെ വാദങ്ങൾ. അത് കോടതിയിലടക്കം അവർ അക്കാര്യം വാദിക്കാൻ നോക്കി. പക്ഷെ അതിനുശേഷമാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. കൊലപാതകമാണ്, അതിൻ്റെ വ്യക്തമായ സൂചനകളുണ്ട്. നിരവധി പെൺകുട്ടികളെ കൊന്നു കുഴിച്ചുമൂടി, ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചുമൂടി എന്നായിരുന്നു വെളിപ്പെടുത്തൽ. അത് മരിച്ചത് പെൺകുട്ടികളാണോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരണം. അതിലേക്കാണ് ഇനി അന്വേഷണം നടത്തേണ്ടത്. കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധനയും ആരംഭിക്കേണ്ടതുണ്ട്. ബൈജു, എന്തായിരിക്കും SITയുടെ അടുത്ത നടപടി? എന്തായാലും KV ബൈജുവിലേക്ക് വരാം. വളരെ വിശദമായ രീതിയിലുള്ള പരിശോധനകളിലേക്ക് SIT കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ബംഗ്ലഗുഡയിൽ ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം SIT ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഈ രംഗം പുനരാവിഷ്കരിച്ചു. പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകളുമായി ഇതിന് സാമ്യമുണ്ട് എന്ന വിവരമുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. ബൈജുവിലേക്ക്. എന്തായാലും ഇപ്പോൾ SITയുടെ അന്വേഷണം വലിയ തോതിലൊരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. ഏതായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം അത് നിർണായകമായിരുന്നു. ഇതിന്റെ തുടർന്ന് ഈ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ SIT ഈ ഒരു രംഗം, അതായത് തലയോട്ടി ബംഗ്ലഗുഡയിൽ നിന്നും വിട്ടലഗൌഡ എന്ന് പറയുന്ന ഈ സൗജന്യയുടെ അമ്മാവൻ എടുക്കുന്നതും അതോടൊപ്പം ഇത് കണ്ട ദൃക്സാക്ഷിയായ പ്രദീപ് കുലാൽ എന്ന് പറയുന്ന അയാളെയും ഇതിനകത്ത് ബംഗ്ലഗുഡയിലേക്ക് കൊണ്ടുപോയി ഇത് ആ ഒരു രംഗം പുനരാവിഷ്കരിച്ചു. മാത്രമല്ല അത് വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നീക്കം ഇതിൽ പ്രധാനമായും SITക്ക് ഒരു തെരച്ചിൽ ബംഗ്ലഗുഡയിൽ നടത്താനുള്ളതാണ്. കാരണം കൂടുതൽ മൃതദേഹങ്ങൾ ബംഗ്ലഗുഡയിൽ ഉണ്ടെന്നാണ് ഇവരുടെ മൊഴി. ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി ഇങ്ങനെ ഒരു കൊലപാതക സൂചനയിലേക്ക് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്നതോടുകൂടി അവിടെ പരിശോധന നടത്താൻ അവർ നിർബന്ധിതമാവും. ഏതായാലും ആ ഒരു ഘട്ടം, ആ ഒരു നടപടികളിലേക്കാണ് ഇനിയിപ്പോൾ SIT കടക്കുക. ഇനി ബെൽത്തങ്ങാടി കോടതിയിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അറിയിച്ചതിന് ശേഷം കോടതിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും തെരച്ചിൽ നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജൂൺ ആദ്യ വാരത്തിൽ തന്നെ പരിശോധന ഉണ്ടായേക്കാം. അങ്ങനെയാണ് ഈ SIT ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പുറത്തു വന്ന വിവരത്തെക്കാൾ കൂടുതൽ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിലെടുത്ത് ഒരുപക്ഷെ തുടക്കത്തിൽ ഉണ്ടായതിനേക്കാളും കൂടുതൽ ഗൗരവം ഈ കേസിന് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ
ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 1000-ഓളം അസ്ഥികൂടങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം 8 പൂർണ്ണ അസ്ഥികൂടവും ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലും ബംഗളകുട്ടിയിൽ നിന്നാണ്. പോയിന്റ് 6-ൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും നേരത്തെ ഇതൊരു ശ്മശാനമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടത് എന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. പക്ഷേ അതെല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വന്നിട്ടുള്ളത്. ഈ ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പലതും കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ പറഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു ധർമ്മസ്ഥലയിലെ കേസിൽ പുതിയ വഴിത്തിരിവായിരിക്കുന്നത്. എന്തായാലും ആ രംഗം പുനരാവിഷ്കരിച്ചിരിക്കുന്നു. അവിടെ തലയോട്ടി അവിടെ നിന്നും വിട്ടൽ ഗൗഡ പുറത്തേക്ക് എടുക്കുന്നതും അന്ന് ധരിച്ചിരുന്ന വസ്ത്രം, അതായത് ഒരു വർഷം മുൻപ് നമ്മളാണ് ആ തലയോട്ടിയുടെ ദൃശ്യം ആദ്യം പുറത്ത് വിടുന്നത് തന്നെ. ആ ഒരു എടുക്കുന്ന സമയത്ത് രാത്രിയിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ ആണ് ഈ ഒരു രംഗം പുനരാവിഷ്കരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആ ഭാഗത്ത് ഇവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു പരിശോധന നടത്തും. പക്ഷെ ഇപ്പോൾ ഈ ഒരു ബംഗളഗുഡ എന്ന് പറയുന്ന വനത്തിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അവിടെ സീൽ ചെയ്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് പിന്നാലെ തന്നെ SIT അത്തരം ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ നേരത്തെയൊക്കെ ഈ 1 മുതൽ 13 വരെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിയുന്ന സ്ഥലങ്ങളായിരുന്നെങ്കിൽ ഇനിയുള്ള ഈ ഒരു പരിശോധന നടക്കുന്നത് പൂർണ്ണമായും വനത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഏത് രീതിയിലായിരിക്കും ഈ തെരച്ചിൽ നടത്തിയതെന്നും നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അസ്ഥികൂടങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു കൂട്ട സംസ്കാരം ഈ ബംഗളഗുഡയിൽ നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ചിന്നയ്യ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ, ആ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മറ്റു മൃതദേഹങ്ങളും കിട്ടിയെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നിലവിൽ ചിന്നയ്യയാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്. പക്ഷേ പിന്നീട് ഇയാളെ സാക്ഷിയാക്കുകയും അതിനുശേഷം ഇയാളെ പ്രതിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഒരു ബൈജു, തീർച്ചയായും അത്തരം സങ്കീർണമായിരുന്നു ഈ കേസിന്റെ അന്വേഷണം ഈ SITയെ സംബന്ധിച്ച്. പക്ഷെ ചില ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സൂചനകൾ ഇവിടെ ഈ കൂട്ടക്കുരുതി നടന്നിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയല്ലേ? മാത്രമല്ല പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളും ഈ അസ്ഥികൂടവും ഈ ശാസ്ത്രീയ പരിശോധനയും തമ്മിൽ ചില ബന്ധമുണ്ട്, ചില സാമ്യമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളുമുണ്ടല്ലോ. അത് ആരുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ടോ? എത്ര പേരായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ കാണാതായി എന്നതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയത് എത്ര കുടുംബങ്ങളാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നു? ഹലോ, ബൈജു, ഇത് ഈ DNA പരിശോധനാ ഫലം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഈ ചില സാമ്പിളുകൾ ലഭിച്ചപ്പോൾ ഈ കാണാതായി എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതി ലഭിച്ച 2 പേരുടെ സാമ്പിളുമായതിന് ഈ അസ്ഥികൂടങ്ങൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ സാമ്യമുണ്ട് എന്ന വിവരങ്ങളുണ്ടല്ലോ. അത് ആരുടേതാണെന്ന ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ SIT? നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് കുടകിൽ നിന്നും കാണാതായ ഒരാളുടെയും അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്നും കാണാതായ ഒരാളുടെയും ഈ ഒരു അവരുടെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച DNA ആണ് ഇതിൽ സാമ്യം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കൂടുതൽ മൃതദേഹങ്ങളുടെ DNA, അതായത് 72 പരാതികളാണ് ഈ ഒരു കേസ് ആരംഭിച്ചതിന് ശേഷം SITക്ക് മുൻപാകെ വന്നത്. അങ്ങനെ 72 പേരുടെ DNA പരിശോധനാ ഫലം ശേഖരിച്ചു വെച്ചിരുന്നു. ഈ അസ്ഥികൂടങ്ങളുമായി അതായത് ബംഗളഗുഡിയിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളുമായി ഇതെല്ലാം ഫോറൻസിക് പരിശോധനയിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് 2 എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരണം വരുന്നത്. പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും അത് ഇപ്പോൾ കുടകിൽ നിന്നും മൈസൂറിലേക്ക് പോയ ഒരാൾ ഈ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത് വളരെ നിർണായകമാണ്. കാരണം DNA പരിശോധനാ ഫലത്തിൽ കൂടുതൽ അസ്ഥികൂടങ്ങൾ, അതായത് 1000-ഓളം അസ്ഥികൂടങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത് 8 അസ്ഥികൂടങ്ങളാണ് പൂർണ്ണമായിട്ടുള്ളത്. അതെല്ലാം ഇപ്പോൾ വന്ന പരാതി അനുസരിച്ച് നോക്കിയാൽ ഒരു പക്ഷേ അത് സാമ്യമാവും. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ തിരിച്ചറിയാൻ സാധിക്കും. അത് SITയും നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒരു
കേസിലെങ്കിലും ആളെ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൊലപാതകമാണെന്ന് ഫോറൻസിക് പരിശോധനയിലും കണ്ടെത്തിയാൽ ഈ കേസിൽ അത് വലിയ വഴിത്തിരിവാകുമെന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഒരു കൊലപാതകം നടന്നതിന്റെ അവരുടെ പരാതിക്കാരെ ലഭിച്ചു എന്നതും ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വന്നതോടുകൂടി ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് SIT ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ചേർത്ത് വെൽത്തങ്ങാടി കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. മാത്രമല്ല ഈ ഹൈക്കോടതിയിൽ ഇതിന്റെ പൂർണ്ണമായ ഒരു കുറ്റപത്രം ഇനിയും സമർപ്പിച്ചിട്ടില്ല. അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഈ ഫോറൻസിക് പരിശോധനാ ഫലം ഇത്തരത്തിൽ വരുന്ന എന്നതൊന്നും പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പരിശോധന നടത്തി ഇനിയിപ്പോൾ ഈ കൂടുതൽ സമയം ഇനി ചോദിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം 8 മാസത്തിലധികം സമയമെടുത്തതാണ് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു താമസം വന്നത്. പക്ഷേ അപ്പോഴും നിർണായകമായ തെളിവുകൾ അതാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായിരിക്കുന്നത്. പക്ഷേ ഈ ഇത്രയധികം വൈകിയത്, ഈ കാലതാമസം ഉണ്ടായത്, പരിശോധനാ ഫലം വൈകിയതും കേസ് അന്വേഷണം വീണ്ടും ആരംഭിക്കാനൊക്കെ ഒരു കാലതാമസം ഉണ്ടായത് കേസിനെ ഏത് രീതിയിൽ ബാധിക്കും, അവിടെ നിന്ന് തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്.